ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദർശ് നയനയായിട്ട് കയറി വരുന്ന കാണുമ്പോഴേ ജലജയുടെയും അനാമികയുടെയും ജാനകിയുടെ ഒക്കെ കണ്ണ് തള്ളി വരുന്നുണ്ട്. അവർക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ മുത്തശ്ശൻ പറയും, ആഹാ, ആദർശ് പോയത് വക്കീലിനെ കാണാനല്ലായിരുന്നു, അവൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരാനായിരുന്നല്ലേ എന്ന് ചോദിക്കും. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, എന്താ ഇവൻ പിന്നെ ഇവളെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിക്കും. എന്ത് ചെയ്യാനാ, ഇവൻ്റെ ഭാര്യയെ അങ്ങനെ വിട്ടുകളയാൻ പറ്റിയില്ലെന്ന് പറയും. അതങ്ങനെ ഇവൻ വിട്ട് കളയത്തില്ലല്ലോ, ഇവൻ്റെ കമ്പനിക്ക് വേണ്ടി കോടികളുടെ ആസ്തി ഉണ്ടാക്കി തരുന്നവനല്ലേ ഇവള്, അത് കാരണം ഇവളങ്ങനെ ഇവിടുന്ന് പോകത്തൊന്നും ഇല്ല എന്ന് പറയും ജലജ. അതിനെന്താ, എനിക്ക് എൻ്റെ ഭാര്യയെ വിട്ട് കളയേണ്ട ആവശ്യമില്ല, കമ്പനിയിലെ മെയിൻ ഡിസൈനറാണെന്ന് ഒഴിച്ചാലും ഇവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യ എന്ന നിലയിൽ എനിക്ക് ഇവളെ അങ്ങനെ വിട്ട് കളയാനൊന്നും പറ്റത്തില്ലെന്ന് ആദർശ് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ജലജയ്ക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ ജലജ പറയും, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഒക്കെ പറഞ്ഞെന്ന് ചോദിക്കും. അത് പിന്നെ എൻ്റെ മനസ്സിൽ അന്നേരം അങ്ങനെയൊക്കെ തോന്നി, അതനുസരിച്ച് ഞാൻ പറഞ്ഞെന്നേ ഉള്ളെന്ന് പറയും. ഉടനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തായാലും സന്തോഷമായില്ലേ ജലജ, നീ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ആദർശ് നയനെ ഉപേക്ഷിക്കരുതെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ സമാധാനമായല്ലോ എന്ന് പറയും. എന്തായാലും അപ്പച്ചിയുടെ ആഗ്രഹം സാധിച്ചല്ലോ എന്നൊക്കെ ആദർശ് പറയും. ഉടനെ മുത്തശ്ശി പറയും, എന്തായാലും ഇനിയിപ്പം സന്തോഷത്തോടുകൂടി ഇവിടെ കഴിയാവല്ലോ, മോടെ സങ്കടമൊക്കെ മാറിയെന്ന് ചോദിക്കും. മുത്തശ്ശി മാറിയെന്ന് പറയും. എന്നാലും എല്ലാവരും കൂടി ഇങ്ങനെ ഒരു നാടകം കളിച്ച് എന്നെ വിഷമിപ്പിക്കണ്ടായിരുന്നു പറയുന്നുണ്ട്. ഉടനെ ജലജ ചോദിക്കും, നാടകമോ, ഇതെന്താണെന്ന് ചോദിക്കും. നീ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ ജലജ, ഇവിടെ ഒരു നാടകമൊക്കെ നടന്നിരുന്നു, അതിൻ്റെ ക്ലൈമാക്സ് ആയി ഇപ്പോൾ ഈ അരങ്ങേറിയെന്ന് പറയും. അപ്പോഴത്തേനും ജലജ പറയും, അല്ലേലും ഈ വീട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, നമ്മളൊന്നും അറിയാത്തത് ജാനകി എന്നൊക്കെ പറയും. ഈ വീട്ടിൽ ഒരു കാര്യങ്ങളും ഞങ്ങളുമായിട്ട് പറയാറും സംസാരിക്കാറൊന്നും ഇല്ലല്ലോ, പിന്നെ എന്നാ പറയാനാന്ന് പറയും. നീ എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട മോനെ, നീ ഇവളെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോകാൻ പറയും. അന്നേരം ഏട്ടത്തി ഇനി ഇതെങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ലെന്ന് ജാനകി പറയുന്നുണ്ട്. അമ്മ എങ്ങനെ എടുത്താലും വേണ്ടില്ല, ഞാൻ ഇനി എൻ്റെ ഭാര്യയെ വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കയറി പോവുകയാണ് ആദർശ്. അപ്പോൾ അജയൻ അനാമികയോട് പറയുന്നുണ്ടോ, കണ്ടില്ലേ ആദർശ് നയനയായിട്ടുള്ള സ്നേഹം, ഇങ്ങനെ അവർ വഴക്കുണ്ടാക്കുകയും പിണങ്ങുകയൊക്കെ ചെയ്യും, പക്ഷേ പെട്ടെന്ന് അങ്ങ് അടുക്കുമെന്ന് പറയും. അതൊക്കെ എൻ്റെ മരുമോള് കണ്ടു പഠിക്കുന്നത് നല്ലതാണെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും ജാനകിക്കും അനാമികയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഉടനെ മുത്തശ്ശൻ പറയും, അവരെ സ്നേഹിച്ചും പിണങ്ങിയും ഒക്കെ ഒന്നിച്ചവരാ, ഇനി അവരെ അങ്ങനെ വേർപെടുത്താനൊന്നും ആരെക്കൊണ്ട് സാധിക്കത്തില്ല, അതുപോലെ വേണം നിങ്ങളും എന്നൊക്കെയാണ് എല്ലാവർക്കും ആഗ്രഹം എന്ന് പറയും. അപ്പോഴത്തേന് മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ് അനാമിക. റൂമിൽ ചെല്ലുമ്പോഴത്തേന് നയന ആദർശനോട് ചോദിക്കുന്നുണ്ട്, എന്നാലും എന്നെ ഇത്രയും വിഷമിപ്പിക്കണ്ടായിരുന്നു കേട്ടോ, എനിക്കങ്ങ് ഒരുപാട് സങ്കടമായി പോയെന്നൊക്കെ പറയും. അത് നീ എന്നോട് ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്ത കാരണമാണ് എന്ന് പറയുമ്പോഴത്തേന് ആദർശ് പറയും, എനിക്ക് ശരിക്കും നിന്നോട് ദേഷ്യമായിരുന്നു, അത് ഞാൻ അഭിനയിക്കുകയൊന്നും അല്ലായിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റില്ല നീ എന്നോട് തെറ്റ് ചെയ്തോ എന്നുള്ള കാര്യം ഓർത്തപ്പോൾ എന്നൊക്കെ പറയും. അപ്പം നയനയ്ക്ക് അങ്ങ് വല്ലാതാകുന്നൊക്കെ ഉണ്ട്. ഉടനെ നയന പറയും, എന്നെ ഇങ്ങനെ വിട്ടുകളഞ്ഞാൽ ഞാനൊരു ലെറ്റർ എഴുതി വെച്ചിട്ട് പോയി എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്കാണ് മരിക്കണമെന്ന് വരെ തോന്നിപ്പോയെന്ന് പറയും. കുടുംബജീവിതത്തിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും, അപ്പോൾ ഇതിൽ നിന്ന് നീ പഠിക്കണം, ഇനി കുടുംബജീവിതത്തിൽ ഇതുപോലുള്ള കള്ളത്തരങ്ങൾ പറയരുതെന്ന്, ഞാൻ സത്യസന്ധനാണ്, അതുപോലെ തന്നെ ആയിരിക്കണം എൻ്റെ ഭാര്യയെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയും. പിന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടായെന്നൊക്കെ ഇരിക്കും, അപ്പോൾ പിന്നെ ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിച്ചേക്കരുത്, നീ ഇനി ആത്മഹത്യ വല്ലതും ചെയ്യണോ ഇത് പോയാൽ ഞാൻ ചെവി പോവും വെച്ചോണ്ട് നടക്കുമെന്ന് പറയും. എന്താ ഞാൻ മരിച്ച ആദർശേട്ടൻ ഞാൻ ഭ്രാന്തായി പോവുമോ എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും എന്നൊക്കെ പറയും. എന്തായാലും ഇനി നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ ജീവിക്കണം, നീ അമ്മയെ പോയി കാണണമെന്ന് പറയും. അത് ശരിയാണ്, ഞാൻ അമ്മയെ ഒന്ന് കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞ് ദേവയാനിയുടെ അടുത്തേക്ക് നയന പെട്ടെന്ന് ചെല്ലുകയാണ്. ദേവയാനിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അതിനെ മനസ്സിലൊക്കെ ഓർക്കുന്നുണ്ട്, ആദർശ് നയനെ ഡൈവേഴ്സ് ചെയ്യുമെന്ന് ദേവയാനിയോട് പറഞ്ഞ കാര്യമൊക്കെ. അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമാണ് ദേവയാനിക്ക്. ആ സമയത്ത് നയനെ അങ്ങോട്ട് കയറി വന്നിട്ട് അമ്മയെന്ന് വിളിക്കുകയാണ്. ദേവയാനി സങ്കടത്തോടും സന്തോഷത്തോടും എല്ലാം കൂടി ചാടി എണ്ണിക്കുകയാണ്. ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് ഓടി വന്ന് മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. അമ്മ ഞാൻ വന്ന് ആദർശേട്ടനെ കൊണ്ടുവന്നൊക്കെ പറയും. എന്നാലും അവൻ എന്നോട് ഒരു വാക്ക് പറയാതെ പോയേ, അവൻ അങ്ങോട്ടാണ് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ എന്നൊക്കെ പറയും. എന്തായാലും അവിടെ വന്നപ്പോൾ ഇതുപോലെ സീരിയസ് ഒക്കെ ആയിരുന്നു, പിന്നീടാണ് സ്വഭാവമൊക്കെ മാറ്റം ഉണ്ടായത്. എന്തായാലും അമ്മ ഇങ്ങനെ ഒക്കെ പറഞ്ഞ കാരണമല്ലേ നമുക്കിപ്പോൾ ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരണമെന്നൊക്കെ പറയും. എന്ത് ചെയ്യാനാ മോളെ, എൻ്റെ മനസ്സ് അന്നേരം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, എനിക്കപ്പോൾ അതനുസരിക്കാതിരിക്കാൻ പറ്റാതായിപ്പോയി. നമ്മൾ ആ ഫംഗ്ഷൻ നടന്ന അന്ന് തന്നെ എല്ലാ ആദർശേട്ടനോട് പറയേണ്ടതായിരുന്നല്ലേ എന്ന് ചോദിക്കും. ഞാൻ അന്ന് തൊട്ട് പറയുന്നതല്ലേ അമ്മയെ ആദർശേട്ടനോട് പറയാമെന്ന്, ആദർശേട്ടൻ അത് ഒരുപാട് സങ്കടമായിപ്പോയി, ദേഷ്യമായിപ്പോയി, അതായിരുന്നു ആകെയുള്ള പ്രശ്നമെന്നൊക്കെ പറയും. എന്തായാലും മോൾക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ, മോനിപ്പോൾ മോളോട് എങ്ങനെയാണ് സ്നേഹമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും.
പഴയതിനേക്കാൾ സ്നേഹം ഇപ്പോൾ എന്നോടുണ്ടെന്നൊക്കെ പറയും. എന്തായാലും നമുക്കിനി ഒരുമിച്ച് പുറത്തൊക്കെ പോകണം. ഞാനും ആദർശേട്ടനും ഒത്തിരി പ്രാവശ്യം പുറത്തൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മയും കൊണ്ട് ഞങ്ങളൊരു സിനിമയ്ക്കോ അമ്പലത്തിലോ പുറത്തൊന്നും ചുറ്റാനൊന്നും പോയിട്ടില്ലല്ലോ. നമുക്കിനി അതൊക്കെ പോകണം, എൻ്റെ ആഗ്രഹമായിരുന്നൊക്കെ നയന പറയുന്നുണ്ട്. എൻ്റെ ആഗ്രഹമാണ് മോളെ, അത് നമുക്കതെല്ലാം സാധിക്കണം എന്ന് പറയും. പിന്നെ ഒരു കാര്യം, ഈ വീട്ടിലുള്ള കുറേ പേര് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാതെ ജീവിക്കുന്നുണ്ട് എന്ന് നയന പറയുമ്പോഴത്തേന് ദേവയാനി പറയുന്നുണ്ട്, തൽക്കാലം നമുക്ക് അവരുടെ മനസ്സൊക്കെ അറിയാൻ വേണ്ടി ഇതൊന്നും ആരെയും അറിയിക്കണ്ട. എന്നാലല്ലേ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറയാനും ഒക്കെ തുടങ്ങുമ്പോൾ നമുക്കറിയാൻ പറ്റത്തുള്ളൂ എന്ന് ദേവയാനിയും പറയും. അന്നേരം ഇവർ സന്തോഷത്തോടെ നിൽക്കുകയാണ്. നയനെ തിരിച്ചു വന്നത് ഒട്ടും സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണല്ലോ ജലജയും അനാമികയൊക്കെ. അനാമിക ചോദിക്കുന്നുണ്ട്, എന്തിനാ അപ്പച്ചി പറഞ്ഞത് അവളെ ഡൈവോഴ്സ് ചെയ്യണ്ടെന്ന്? അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയും. മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവൻ അവളെ വിളിച്ചുകൊണ്ട് വരും. എന്നാലും എന്തോ നാടകം ഇതിനിടെ നടക്കുന്നുണ്ട്, എന്താണ് നമ്മൾ മാത്രം അറിയുന്നില്ലെന്ന് പറയും. എന്നാലും ഞാൻ വിചാരിക്കുന്ന അവളെ എങ്ങനെ ഇവരെ പിന്നെ വിളിച്ചുകൊണ്ട് വരുന്നത്? ആ വല്യമ്മ എന്തിനാ അതിന് അവളെ വിളിച്ചുകൊണ്ട് വരണ്ടെന്ന് പറയാതെന്ന് ചോദിക്കും. ഒരു വല്യമ്മ അവരല്ലേ കഴിഞ്ഞ പ്രാവശ്യം അവൾ പിണങ്ങി പോയപ്പം വിളിച്ചുകൊണ്ട് വന്നത്, അതുകൊണ്ട് അവരെ ഇനി നോക്കുകയേ വേണ്ട. എന്നാലും എൻ്റെ അമ്മയോടും അച്ഛനോടും ഒക്കെ ഞാനിത് എങ്ങനെ വിളിച്ചു പറയും അവൾ തിരിച്ചു വരുമെന്ന്? അവൾ തിരിച്ചു വരത്തില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് അവരിരുന്നെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ജലജയ്ക്കും അങ്ങ് ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന അഭി ആദർശിൻ്റെ അടുത്തോട്ട് വന്ന് ചോദിക്കുകയാണ്, ആദർശേട്ടാ എന്താ ഏട്ടത്തി വിളിച്ചുകൊണ്ട് വരാത്തത്? ഏട്ടത്തി ഇവിടെ ഇല്ലാഞ്ഞിട്ടും ആദർശേട്ടന് ഒരു വിഷമവും ഇല്ലെന്ന്. അത് കേൾക്കുമ്പോഴത്തേനാണ് ആദർശന് മനസ്സിലാകും ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അവൻ അറിഞ്ഞിട്ടില്ല, നയനയെ വിട്ട് കണ്ടിട്ടുമില്ല. ഇവനെ ഒന്ന് കളിപ്പിച്ചേക്കാന്ന് പറയും. എനിക്കങ്ങനെ വിഷമമൊന്നും ഇല്ലടാ, അവളില്ലെങ്കിൽ ഞാൻ ജീവിക്കും, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയും. എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമാണ്. താമസിയാതെ തന്നെ നവ്യ പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുമൊക്കെ ആയിട്ട് വരും. ആ സമയത്ത് ഏട്ടത്തി ഇവിടെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും. നിനക്ക് ഉള്ളത്ര വിഷമം പോലും എനിക്കില്ല എന്നൊക്കെ പറയും. എന്നാലും എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേന് ആദർശ് പറയും, എന്നാൽ നിൻ്റെ സങ്കടത്തിന് ഞാനൊരു പ്രതിവിധി കണ്ടിട്ടുണ്ട്, ഇതേ നോക്കാൻ പറഞ്ഞ് വാതിക്കലോട്ട് നോക്കുമ്പോഴത്തേന് നയനെ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കാണുമ്പോഴത്തേന് അഭി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. അഭി ഏട്ടത്തി എപ്പോഴാണ് വന്നെന്ന് പറയും. കുറച്ച് നേരമായെന്ന് പറയും. ഏട്ടത്തി ഇങ്ങോട്ട് വന്ന കാര്യം നവ്യ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. നീ ഇപ്പോഴങ്ങനെ നവ്യെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കും. ഇല്ലെന്ന് പറയും. അതുകൊണ്ടാണ് അറിയാഞ്ഞത് നയനെ ഇങ്ങോട്ട് പോകുന്ന കാര്യം എന്ന് പറയും. എടാ, എനിക്ക് ഇവളെ അങ്ങനെ ഡൈവോഴ്സ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇവളുടെ ഭാഗത്ത് ചെറിയ തെറ്റൊക്കെ ഉണ്ടായപ്പോഴത്തേന് ഞാൻ ഇവളോട് ദേഷ്യപ്പെടുകയും അകന്ന് നിൽക്കുകയൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ശരിയാ. എന്നാലും അതൊരു ഡൈവോഴ്സിലേക്കൊന്നും പോകത്തില്ല. നീ ഇപ്പം നിൻ്റെ ഭാര്യയെയും പിറക്കാൻ പോകുന്ന കുഞ്ഞിനെയൊക്കെ സ്നേഹിച്ച് ജീവിക്കുമെന്ന് പറയും. നിനക്ക് സമാധാനമായില്ലെന്നൊക്കെ ചോദിക്കും. എന്തായാലും ഏട്ടത്തി വന്നുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറഞ്ഞ് അഭി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട്, നാശം പിടിച്ചവൾ വരുവേലെന്നാണ് വിചാരിച്ച് അവൾ വന്നിരിക്കുന്നു ബാക്കിയുള്ളവരുടെ സമാധാനം കെടുത്താനെന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നുണ്ട്. ഉടനെ ആദർശ് നയനോട് ചോദിക്കുന്നുണ്ട്, നീ തിരിച്ചു വന്നെന്ന് കേട്ടപ്പോഴത്തേന് അഭിക്ക് എങ്ങനെയാണ്, സന്തോഷമാണോ സങ്കടമാണെന്നാണോ നിനക്ക് തോന്നിയെന്ന്? ചെറിയ നിരാശയുണ്ടെന്നാണ് എനിക്ക് തോന്നിയെന്ന് പറയും. അതെ, അവനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ലാത്തവനാണ്, അവന് എല്ലാം അഭിനയം തന്നെയാണ്. ഇവൻ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് നമുക്ക് വിചാരിക്കാനേ പറ്റത്തില്ല എന്നൊക്കെ പറയും. അന്നേരം നയന പറയും, നവ്യടുത്തിയോട് എന്നാണേലും ഭയങ്കര സ്നേഹമാണെന്ന് പറയും. അതൊന്നും അത്ര മുഖവിലയ്ക്കൊന്നും എടുക്കണ്ട, അവൻ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമേ എല്ലാവരും സ്നേഹിക്കാറുള്ളൂ. ഇതാണേലും ചുമ്മാ എന്നെ സൂപ്പിടാനായിട്ട് അവൻ വന്നതാ എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് നയനെ അങ്ങ് ശരിക്കും ഓർക്കുന്നുണ്ട്, ശരിയായിരിക്കും എന്നൊക്കെ. എന്നിട്ട് നയന ആദർശിനെ നോക്കി കുറച്ച് നേരം നിന്നിട്ട് കെട്ടിപ്പിടിക്കും. ഉടനെ ആദർശിക്കും, എന്താ ഇങ്ങനെയെന്ന്? എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനങ്ങ് ചെയ്തതേ ഉള്ളെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴത്തേന് ആദർശ നയനെ ചേർത്ത് പിടിക്കുകയാണ്.